പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് സമസ്ത മേഖലകളിലും കുതിക്കുകയാണ്. കൂടാതെ പാർട്ടി മറന്ന് നിരവധി നേതാക്കന്മാരാണ് തങ്ങൾ മോദിയുടെ ആരാധകരാണെന്ന് വെളിപ്പെടുത്താറുള്ളത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കൾ വരെ മോദിയുടെ പ്രവൃത്തിയെ വാനോളം പുകഴ്ത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ CPM നേതാവും രാജ്യസഭാ MPയുമായ ജോൺ ബ്രിട്ടാസിന് ഇത് എന്തു പറ്റിയെന്നാണ് ഇപ്പോഴത്തെ സംശയം. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് MP ശശി തരൂർ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പോലും മറികടന്നായിരുന്നു തരൂരിന്റെ മോദി സ്തുതി. ഇതേപ്പറ്റി ചർച്ചകൾ കൊഴുക്കവേ മോദിയെ പുകഴ്ത്തിയെത്തിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. നമുക്കറിയാം, മോദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും ജോൺ ബ്രിട്ടാസ് പാഴാക്കാറില്ല. അതിനാൽ തന്നെ ബ്രിട്ടാസ് ഏട്ടന് ഇത് എന്തു പറ്റിയെന്ന് ആലോചിച്ച് കിളി പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടലുകളെ പ്രശംസിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പിന്തുണച്ചാണ് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിന്റെ മോദി സ്തുതി. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത് എന്ന് ഇടതു പാർട്ടികൾ മുൻപ് പറഞ്ഞിരുന്നു. ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടതു പാർട്ടികളെയാണ്. പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നാണ് ബ്രിട്ടാസ് ഏട്ടന്റെ അഭിപ്രായം. അതേസമയം അന്താരാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്ന റായ്സേന സംവാദത്തിലാണ് ശശി തരൂർ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ വീണ്ടും പ്രശംസിച്ച് രംഗത്തെത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിക്കും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇരു വിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്നും റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നെങ്കിലും ഇപ്പോൾ തൻ്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നുവെന്ന് ബോധ്യമായെന്നാണ് തരൂർ പറഞ്ഞത്. കൂടാതെ രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ പറയുകയുണ്ടായി. അതേസമയം കേരളത്തിലും BJP ഇതിനെ ആയുധമാക്കുന്നുണ്ട്. ഇതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ നടക്കുന്ന മോദിക്ക് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നിരന്തരം പ്രചരിപ്പിക്കുമ്പോഴാണ് ശശി തരൂരിന്റെ ഈ നിലപാട് പ്രഖ്യാപനം. ഒപ്പം ബ്രിട്ടാസ് ഏട്ടന്റെ മോദി സ്തുതി കൂടി ആയതോടെ പ്രതിപക്ഷത്തിനും മോദിയുടെ പ്രവൃത്തിയെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്.